വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. ഇപ്പോൾ ഇഫ്താറിനും അതേപോലെ വൈകുന്നേരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് ആണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മൈദക്ക് പകരമായിട്ട് നമുക്ക് ആട്ട ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റി ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഇതിൽ നിന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് ഇതിൽ നിന്നൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസ് ആണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും കുരുമുളക് പൊടി എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് ചിക്കൻ വേവിക്കാതെയും ഉണ്ടാക്കും. ഞാൻ ഇവിടെ ഇപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് ഇങ്ങനെ ഫില്ലിംഗ് ആക്കിയിട്ടാണ് മോമോസ് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ എടുത്തിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വലുതാക്കിയിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം തിന്നൊന്നുമല്ല, അധികം കട്ടിയുമില്ല, ആ രീതിയിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒരു മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ബാലൻസ് വന്ന മൈദയൊക്കെ ഒന്ന് ഇതേപോലെ എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പമുള്ള മൂടി എടുക്കരുത്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂടി എടുക്കുക. അതാണ് നമ്മുടെ മോമോസ് കാണാൻ ഭംഗി. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഞൊറി ഇട്ടിട്ട് കൊടുത്താൽ മതി. പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ചുറ്റിയെടുക്കാൻ. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ സ്റ്റീമറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ മോമോസ് വെക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം ഈ സ്റ്റീമറിൽ ഒട്ടിപ്പിടിച്ച് പോകും. ഇനി ഇതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അധികം ഓയിലൊന്നും ഇല്ലാത്ത ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതുമാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.